ഇപ്പോൾ അമൃത്സറിൽ സൈറൺ മുഴങ്ങുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. അമൃത്സറിൽ അപായ സൈറൺ മുഴങ്ങുന്നു. അമൃത്സറിൽ നമ്മുടെ പ്രതിനിധി വിനീത വി ജി ഉണ്ട്. 24നെ സംബന്ധിച്ച് 24 ഏറ്റവും ആധികാരികമായി ഈ യുദ്ധമേഖലയിൽ നിന്ന് തന്നെ, സംഘർഷ മേഖലയിൽ നിന്ന്, യുദ്ധമേഖലയെന്ന് പറയാൻ കഴിയില്ല, നിലവിൽ സംഘർഷ മേഖലയിൽ നിന്ന് ഏറ്റവും ആധികാരികമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിർത്തി സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ റിപ്പോർട്ടിംഗ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, പാകിസ്ഥാനുമായി അതിർത്തിയുള്ള സംസ്ഥാനങ്ങളാണ് പഞ്ചാബിൽ നമ്മുടെ പ്രതിനിധി വിനീത വി ജി അവിടെ അമൃത്സർ, പത്താൻകോട്ട്, ജലന്ധർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ, ഫിറോസ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ഏറ്റവും ആദ്യം ആധികാരികമായി വിനീത വി ജി നൽകും. രാജസ്ഥാനിൽ ദിലീപ്, വിനീത വി ജി ലൈനിൽ വന്നിട്ടുണ്ട്. വിനീത, അവിടെ സൈറൺ മുഴങ്ങിയെന്ന് പറയുന്നു. എന്താണ് അമൃത്സറിൽ ഉണ്ടാകുന്നത്? എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ മേഖലയിൽ നിന്നാണ് സൈറൺ മുഴങ്ങുന്നത്. ആളുകൾക്കൊരു അലേർട്ട് എന്ന തരത്തിൽ അവർ അങ്ങനെ ഒരു സൈറൺ മുഴക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജനജീവിതത്തെ ഒന്നും അത് ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാധാരണ രീതിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇത്തരത്തിലേക്കുള്ള ഈ സൈറണുകൾ മുഴങ്ങുക. ഏതാണെങ്കിലും വീടുകളിൽ തുടരുന്നവർ അവിടെ തന്നെ തുടരണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള അപായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് അമൃത്സറിൽ നിന്ന് ഇപ്പോൾ ഫിറോസ്പൂരിലേക്ക് പോകുന്ന ഭാഗത്താണ്. ഈ ഭാഗത്താണ് ഇങ്ങനെയുള്ള സൈറണുകൾ മുഴങ്ങിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം ചെറിയ സ്പീക്കറുകൾ പോലെ ഘടിപ്പിച്ച് എല്ലാ മേഖലകളിലും ആ അലേർട്ട് എത്തുന്ന തരത്തിൽ ആണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ അതത് മേഖലകളിലുള്ളവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ആളുകൾ കൃത്യമായി അത് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊക്കെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആളുകൾ അത് സംബന്ധിച്ച് അവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ മടങ്ങി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജനജീവിതത്തെ വലിയ രീതിയിൽ അങ്ങനെ ബാധിക്കുന്നില്ല. ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലാണ് ഇപ്പോൾ അമൃത്സറിൽ സൈറണുകൾ മുഴങ്ങുന്നത്. ഏതാണ്ട് ഇപ്പോൾ അല്പസമയം മുൻപ്, നമ്മൾ ഈ ലൈവിലേക്ക് എത്തുന്നതിന് അല്പസമയം മുൻപ് വരെ ഈ മേഖലയിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു അപായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പോസ്റ്റിന് മുകളിൽ 2 സ്പീക്കറുകൾ ഇങ്ങനെ ഘടിപ്പിച്ചതിൽ നിന്നാണ് ഈ സൈറണുകൾ ഇങ്ങനെ സമാനമായിട്ടും മുഴങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അലേർട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സൈറൺ മുഴങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് കെ, താങ്ക് യു വിനീത വി ജി. അമൃത്സറിലാണ് അപായ സൈറൺ മുഴങ്ങുന്നത്. ഈ സൈറൺ മുഴങ്ങുന്നതൊക്കെ സാധാരണ അലർട്ടുകളായിട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, എന്തെങ്കിലും അപകടം വരുന്നു എന്നുള്ള സൂചനയല്ല. ഈ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള രീതിയിൽ ആ ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള അപായ സൈറണുകളാണ് അടിക്കുക. സാധാരണ ഈ യുദ്ധകാലത്തൊക്കെ തന്നെ ഇങ്ങനെ ഈ സൈറണുകൾ മുഴങ്ങുന്നതൊക്കെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ജനജീവിതത്തെ ഒന്നും അത് ബാധിക്കാത്തതും, അവർക്ക് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സൈറണുകൾ സാധാരണ മുഴങ്ങുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഏത് രീതിയിലുള്ള പ്രകോപനത്തെയും നേരിടാൻ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള നമ്മുടെ സൈന്യത്തിൻ്റെയും അതേപോലുള്ള അധികാരികളുടെയും ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു അലർട്ട് മാത്രമാണ് ഈ അപായ സൈറൺ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഇവഞ്ച്വാലിറ്റിക്ക് വേണ്ടി തയ്യാറായിരിക്കണം എന്ന് പറയുന്ന സംഭവം.